ജില്ലാ പ്രസിഡന്റ് സഖാവ് പത്മാവതിയെ ക്ഷണിക്കുകയാണ്. വൈസ് പ്രസിഡന്റും വനിതാ കമ്മീഷന്റെ മുൻ അംഗവുമായ സഖാവ് പി കെ സൈനബയെ ക്ഷണിക്കാം. അസോസിയേഷന്റെ ദേശീയ കമ്മിറ്റിയുടെ ആഹ്വാനം ഇന്ത്യയിൽ ഒട്ടുക്കും തന്നെ സ്ത്രീകളുടെ ദിനം എന്ന നിലയിൽ ആചരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ കാസർഗോഡ് പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് 13 സ്ത്രീ സുരക്ഷാ വർഷമായി ആചരിക്കണം എന്നുള്ള കാരണം ജ്യോതി സിംഗ് എന്ന് പറയുന്ന പെൺകുട്ടി ലൈംഗികമായ പീഡനത്തിന് ഇരയാക്കപ്പെടുകയും അവളുടെ ജീവൻ തന്നെ അപഹരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള സ്ത്രീകൾക്ക് രക്ഷയില്ല എന്നുള്ളത് വളരെ കൃത്യമായി ലോകത്തിന് ബോധ്യപ്പെട്ട് കാണാൻ വേണ്ടി കഴിയില്ല. സ്ത്രീ എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പൊ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് അത് നാടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് അതിനെ വിലയിരുത്തി പോകാനാവുകയുള്ളൂ, അതിനെ നമുക്ക് ആ രീതിയിലേ കാണാനാവുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഞാൻ ആദ്യമായി സൂചിപ്പിക്കുന്നത്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ 1950 മുതൽ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ സമിതി നമുക്ക് വേണ്ടി എഴുതി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനക്കകത്ത് അതിന്റെ 15ാമത്തെ വകുപ്പിനകത്ത് വളരെ കൃത്യമായി ലിംഗവിവേചനം ഒട്ടും തന്നെ പാടില്ലാത്ത ഒരു ഭരണഘടനയാണ് ഇത് എന്നുള്ളത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിന്റെ 30ാമത്തെ വകുപ്പിനകത്ത് 1ാമത്തെ ഉപവകുപ്പായിട്ട് ചേർത്തിട്ടുള്ളത് രാജ്യത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അനുകൂലമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് രാജ്യത്തെ പുരുഷന്മാർക്ക് ഇത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ പോലും അത് നടപ്പാക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവും നമ്മുടെ ഭരണഘടന പ്രകാരം ഇല്ല എന്നുള്ളത് കൂടി വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. ആ ഭരണഘടന വെച്ചുകൊണ്ടാണ് 1950 മുതൽ ഇപ്പൊ നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ഇത്രയും കാലഘട്ടത്തിനകത്ത് ഇന്ത്യ രാജ്യം ഭരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കാണുമ്പോഴാണ് ആ ഭരണഘടന അനുസരിച്ച് പറയുന്ന ലിംഗനീതിയും സമത്വവും സ്ത്രീ സുരക്ഷയും ഒക്കെ എവിടെയാണ് കാറ്റിൽ പറന്നു പോയിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിച്ച് പോകേണ്ടത്. ഇന്ന് സാർവദേശീയ മഹിളാ ദിനം എന്നുള്ള നിലയിൽ ലോകത്താകെ തന്നെ സ്ത്രീകളുടെ അവകാശ ദിനമായി അംഗീകരിക്കപ്പെട്ടുകൊണ്ട് 1908 ന്യൂയോർക്കിൽ പട്ടണത്തിലെ നെയ്ത്ത് സൂചി ഉണ്ടാക്കുന്ന സ്ത്രീ തൊഴിലാളികൾ അവർക്ക് വോട്ടവകാശത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടത്തെ സ്മരിച്ചുകൊണ്ടാണ്, ആ പോരാട്ടത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് മഹിളാ ദിനം എന്നുള്ള ദിനം ലോകത്ത് ആചരിക്കപ്പെടുന്നതിന് സാഹചര്യം ഒരുങ്ങിയിട്ടുള്ളത്. മഹാനായ ലെനിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് ലോകത്തെ ആ ദിനത്തെ 1908 മാർച്ച് മാസം 8-ാം തീയതി എന്നുള്ള ദിനത്തിൽ നടന്നിട്ടുള്ള ആ അവകാശ പോരാട്ടത്തിന് വേണ്ടി, ജനാധിപത്യ അവകാശ പോരാട്ടത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ആ മാർച്ച് 8-നെ അടിസ്ഥാനമാക്കി എടുത്തുകൊണ്ട് എല്ലാ മാർച്ച് 8 സാർവദേശീയ മഹിളാ ദിനമായി ആചരിക്കണം എന്നുള്ളത് തീരുമാനിച്ചത് ലോകത്ത് ആദ്യമായി ഒരു സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ഭരണമാണ്. അതിനുശേഷമാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നതിനു ശേഷം ഇന്ത്യയിലെ ഓരോ വർഷവും മാർച്ച് 8 സാർവദേശീയ മഹിളാ ദിനമായി ഔദ്യോഗികമായിട്ട് തന്നെ ആചരിക്കുന്നതിന് ദിനമായിട്ട് ആചരിച്ചാൽ മാത്രം പോരാ, ഓരോ രാജ്യങ്ങളിലുമുള്ള സ്ത്രീകൾക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനും അവർക്ക് തുല്യമായ പദവി അംഗീകരിക്കപ്പെടാനും അവരുടെ സുരക്ഷ ഉറപ്പാക്കാനും ഒക്കെയായി ആവശ്യമായിട്ടുള്ള നിയമങ്ങളും നടപടികളും ഉണ്ടാക്കുന്നതിന് വേണ്ടി കൂടി നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് സാർവദേശീയ മഹിളാ ദിനത്തെ മാർച്ച് 8 സാർവദേശീയ മഹിളാ ദിനം എന്നുള്ളതിൽ അംഗീകരിച്ചുകൊണ്ട് ലോകത്തെ അറിയിച്ചത്. പക്ഷെ ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിലും നമുക്കറിയാം, ഏട്ടിലെ പശു ഒന്നും തന്നെ ഒരിക്കലും പുല്ല് കടിച്ചിട്ടില്ല എന്നുള്ള ചൊല്ല് പറഞ്ഞതുപോലെ തന്നെയാണ് ലോകത്ത് എവിടെ നോക്കിയാലും സ്ത്രീകൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ, അവർക്ക് നേരെ നടക്കുന്ന കയ്യേറ്റങ്ങൾ, അവർക്ക് നേരെ നടക്കുന്ന ജീവാപായപ്പെടുത്തലുകൾ, ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഏറ്റവും വലിയ വികസിത മുതലാളിത്ത രാജ്യമായിട്ടുള്ള അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനങ്ങൾ നടക്കുന്ന രാജ്യമാണ് എന്നുള്ളത് അമേരിക്ക തന്നെ ഇപ്പോൾ അതിന്റെ ഭരണാധികാരികൾ തന്നെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഇന്ന് സാർവദേശീയ മഹിളാ ദിനമായിട്ടുള്ള ഇന്നത്തെ കണക്കുകൾ വളരെ കൃത്യമായി നമ്മുടെ മാതൃഭൂമി പത്രത്തിന്റെ 1-ാം പേജിൽ വളരെ കൃത്യമായി ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഭരണം നടത്തുന്നത്,
ഇനി സ്ത്രീകൾക്ക് വേണ്ടി ഈ ഒരു വരാൻ പോകുന്ന ബഡ്ജറ്റിനകത്ത് എന്തെല്ലാം പ്രഖ്യാപനങ്ങളും എന്തെല്ലാം വാഗ്ദാനങ്ങളും ഏതെല്ലാം രീതിയിലുള്ള നിയമങ്ങളും ഒക്കെയാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്നുള്ളത് കൂടി പരിശോധിച്ചു പോകുമ്പോഴാണ് നമ്മുടെ രാജ്യത്തുള്ള ദയനീയമായ അവസ്ഥ, രാജ്യം ഭരിക്കുന്നവർ ഇതൊക്കെ കൊട്ടിഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് രാജ്യത്തെ സ്ത്രീകളുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താണ് എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിച്ചു പോകേണ്ടത്. രാജ്യത്തുള്ള ഓരോ രാജ്യങ്ങളെയും ആ നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി എല്ലാം ഉപഭോഗത്തിന് വേണ്ടിയുള്ള ഒരു ചരക്ക് എന്നുള്ള രൂപത്തിലേക്ക് തരം താഴ്ത്തപ്പെടുകയും അതിന്റെ ഭാഗം 1995 ശേഷമാണ് മുതലാളിത്ത ആഗോളവൽക്കരണ നയം ഇന്ത്യയിൽ നടപ്പാക്കാൻ ആരംഭിച്ചത്. ആ മുതലാളിത്ത ആഗോളവൽക്കരണ നയം ഇന്ത്യയിൽ നടപ്പാക്കാൻ ആരംഭിച്ചതിന് ശേഷമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനങ്ങളും സ്ത്രീകൾക്കെതിരായിട്ടുള്ള കയ്യേറ്റങ്ങളും സ്ത്രീ വെറും ഒരു കച്ചവട വസ്തുവാണ് എന്നുള്ള തരത്തിലേക്ക് തരം താഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അവളുടെ ജീവിതമാകെ ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്നതും രാജ്യത്ത് നടപ്പാക്കുന്ന ഉദാരവൽക്കരണ നയത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്നുള്ള നിലയിൽ 95-കളിൽ 62% സ്ത്രീകളാണ് വളർച്ച ബാധിച്ചവരുണ്ടായിരുന്നെങ്കിൽ അത് 2011 ആയപ്പോഴേക്ക് ലോകാരോഗ്യ സംഘടനയ്ക്ക് തന്നെ പറയേണ്ടി വന്നു, ഈ മുതലാളിത്ത ഉദാരവൽക്കരണ നയം സ്ത്രീകൾക്ക്, ഇന്ത്യ രാജ്യത്തെ സ്ത്രീകൾക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് അവരുടെ വളർച്ചയുടെ തോത് 82% വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.